ഇതാണ് ഇമ്പന് നഞ്ച നഞ്ചാൽ ഇരുമ്പിനെ ഇരുമ്പാൽ എയ്യും അമ്പിനെ അമ്പാൽ പറ്റും അഴുക്കിനെ അഴുക്കായി മായ്പർ. വമ്പിയൻ മായ തന്നെ മായയായി മായ്പർ പിന്നെ തമ്പമാൻ അതുവും കൂടെ ശവം ചുടു തടിപോൽ പോമേ. ഇമ്പരിൽ ഈ ലോകത്തിൽ നഞ്ച നഞ്ചാൽ വിഷത്തിനെ അതിന് പ്രതികൂലമായ വിഷത്താലും ഇരുമ്പിനെ ഇരുമ്പാൽ ഇരുമ്പ് കയ്യിലോ മറ്റോ പൊത്താൽ വേറൊരു ഇരുമ്പായുധം കൊണ്ടും എയ്യും അമ്പിനെ അമ്പാൽ എയ്യുന്ന ബാണത്തിന് അതിന് പ്രതികൂലമായ വേറൊരു അസ്ത്രത്താലും പ്രത്യാസ്ത്രത്താലും തടുക്കുന്നത് പോലെയും പറ്റും അഴുക്കിനെ അഴുക്കാൽ മുണ്ടിൽ പറ്റിയ അഴുക്കിനെ വേറൊരു അഴുക്കിനാലും മായ്പർ കെടുക്കുന്നു. അതുപോലെ വമ്പിയൻ മായ തന്നെ നിലയില്ലാത്ത ഗുണമുള്ളതായ അവിദ്യയെ മായയാൽ മായ്പർ അവിദ്യയാൽ കെടുക്കാൻ സാധിക്കും. പിന്നീട് സ്തംഭമാം അതുവും കൂടെ നിലയുള്ള ആ വലിയ മായയും കൂടെ ചവൻ ചുടു തടി പോൽപ്പോ ചവൻ ചുടുന്ന തടി പോലെ ഇല്ലാതാകും. ഇതാണ് ആ പദ്യത്തിന്റെ അർത്ഥം എഴുതിയിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ഈ ലോകത്തിൽ ഏതിനെ നശിപ്പിക്കുന്നതും ഏതിനെ ഇല്ലാതാക്കുന്നു അതിനെ കൊണ്ട് തന്നെയാണ്. അതായത് കാലിലോ മറ്റോ ഒരു ഇരുമ്പ് പൊത്തി കയറിയാൽ നമ്മൾ വേറൊരു ഇരുമ്പ് സൂചി കൊണ്ടോ മറ്റോ അത് എടുക്കും. അതുപോലെ മുള്ളിനെ മുള്ളു കൊണ്ടെടുക്കും. അമ്പ് ഒരസ്ത്രം എയ്താൽ പ്രത്യേക അസ്ത്രം കൊണ്ടാണ് തടുക്കുന്നത്. അങ്ങനെ ഓരോന്നിനും അത് തന്നെയാണ് അതിന്റെ മറുമരുന്ന്. ഇവിടെ ഇപ്പൊ എന്താണ്, ഈ അവിദ്യ കൊണ്ട് തന്നെയാണ് കെടുക്കുന്നത്. നമ്മൾ പറയും അജ്ഞാനത്തെ ജ്ഞാനം കൊണ്ടാണ് കെടുക്കുന്നതെന്ന് പറഞ്ഞാലും യഥാർത്ഥത്തിൽ ജ്ഞാനം ഉപദേശിക്കാൻ പറ്റില്ല. ജ്ഞാനം നമ്മുടെ സ്വരൂപമാണ്. ആത്മസ്വരൂപത്തെ ഉപദേശിക്കാൻ പറ്റില്ല. അത് തന്റെ അനുഭവത്തിൽ വരേണ്ടതാണ്. അത് ഈ പറഞ്ഞ കണക്ക് നാമമോ രൂപമോ വർണ്ണമോ നിറമോ ഒന്നുമില്ലാത്ത ഒരു കാര്യമാണത്. അത് അനുഭവിച്ചറിവായി നീ എന്ന് കൈവല്യം തന്നെ പറയും അതിനെപ്പറ്റി. ഇവിടെ ഇപ്പം ഈ പിണഞ്ഞിരിക്കുന്ന ഈ അവിദ്യയെ, ഈ അജ്ഞാനത്തെ താൻ ആത്മസ്വരൂപമായി ഇരിക്കാതെയല്ല ഇരുന്നിട്ടും അതിനെ അറിയാതെ അതിൽ വിഷയമായിട്ട് കാണുകയും കേൾക്കുകയും മണക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധയോടുകൂടിയിരിക്കുന്നതാണ്. ഇത് ആരാണ് കാണുന്നത്? അതാണ് സ്വാമി പറഞ്ഞത്. ഇതിങ്ങനെ ഇരിക്കുമ്പോഴും വാസ്തവത്തിൽ ഇത് അറിയുന്നത് ആര് എന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. അജ്ഞാനം എന്ന് പറയുന്നത് തന്നെ അറിയാതിരിക്കുന്ന നിലയാണ്. തന്നെ അറിയുന്നില്ലെന്ന് വെച്ചാൽ തന്നെ അറിയാതെ ഇരിക്കുകയല്ല, അറിയപ്പെടുന്ന വിഷയങ്ങളിൽ മയങ്ങിങ്ങനെ നിൽക്കുന്ന ഒരു നില. ആരും തന്നെ തിരിഞ്ഞ് ഈ കാണുന്നവൻ ആരാണെന്ന് ആരെങ്കിലും തിരക്കുന്നു. ആരാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യം മാത്രമാണ്. അതിനെ പിടിച്ചുകൊണ്ട് മനസ്സിന് ബഹിർമുഖ വൃത്തികൾ ഉപേക്ഷിച്ച് കുറേ സമയം അങ്ങനെ നിൽക്കാമെങ്കിൽ അവർ പറയുന്നു ഇതാണ് ഇതിന്റെ സൂത്രം, ഇത് തന്നെയാണ്. അതിനെ കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. കാരണം ഇല്ലാത്തതിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതാരാണ് കാണുന്നത് എന്ന് നോക്കിയാൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഈ കണ്ണാണോ കാണുന്നത്? ഈ മനസ്സാണോ കാണുന്നത്? ഈ ബുദ്ധിയാണോ കാണുന്നത്? ഇതൊക്കെയാണോ? ഇത് ആരാണ് കാണുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമില്ലാത്ത ഒരു ചോദ്യമാണ്. പക്ഷെ ആ ഉത്തരമില്ലാത്ത ചോദ്യത്തെ പിടിച്ചുകൊണ്ട് മനസ്സ് തന്റെ ബാഹ്യവൃത്തികളെല്ലാം ഉപേക്ഷിച്ച് കുറച്ച് സമയം മൗനമായിട്ട് നിൽക്കും. ഇതാണ് ഇവിടുത്തെ ഉപയോഗം. അതോടുകൂടി തന്നെ ഇതിൽ ആ സവികല്പ സമാധി നില കൈവന്ന് നിർവികല്പത്തിലേക്ക് പോകും. ആ നിർവികല്പ സമാധി എന്ന് പറയുന്നത് ഫലമാണ്. സവികല്പ സമാധിയാണ് പഴകുന്ന ഒരു വിധമാണിത്. തന്നെ അന്വേഷിക്കാൻ ഞാൻ ആരാണെന്ന് തിരയുന്നത് സവികല്പ സമാധി പഴകുന്ന ഒരു നിലയാണ്. ഇതാണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഈ ലോകത്തിൽ ഏതൊന്നിനെയും നശിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ. വിഷത്തിനെ എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? വേറൊരു വിഷം കൊണ്ടാണ്. അഴുക്കിനെ മുണ്ടിൽ പറ്റിയ കറയെ മാറ്റണമെങ്കിൽ വേറൊരു അഴുക്കൊണ്ടാണ് അത് മാറ്റുന്നത്. അപ്പൊ ഈ ലോകത്തിൽ അതിന് അങ്ങനെ പറ്റുള്ളൂ. ഇതാണ് ഇതിന്റെ സ്വഭാവം. ഇവിടെ ഈ മായ കൊണ്ട് തന്നെയാണ് മാറ്റുന്നത്. അവർ പറയുന്നു ഈ മായ കൊണ്ട് തന്നെ മാറ്റിയതിന് ശേഷം തമ്പമാവ് അതുവും കൂടെ ശവം ചുടു തടി പോൽ പോമേ. നമ്മൾ ഈ ശവത്തെ ചുടാനായിട്ട് പോകുന്നവര് ഒരു തടി കഷ്ണം കയ്യിൽ കരുതും. ആ തടി വെച്ചാണ് ഈ ശവത്തിന് കിണ്ടി തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ശവം എരിയുന്നതോടുകൂടി ഈ കിണ്ടുന്ന കോലും കൂടെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ചെറിയൊരു അംശം കാണാം, അതും കൂടെ അതിൽ ഉപേക്ഷിക്കുക. അങ്ങനെയാണല്ലോ ശവം ചുടുന്നത്, അല്ലേ?
ഇതുപോലെയാണ് ഈ മായ കൊണ്ട് തന്നെ മായയെ ഇല്ലാതാക്കി, മായയെ പൂർണ്ണമായി ഇല്ലാതാക്കി എക്സസ് ആയിട്ട് നിൽക്കുന്ന ഇതാണ്. ഇതിനെ മാറ്റുന്നത് തന്നെ തൻ്റെ യഥാർത്ഥ സ്വരൂപം വെളിവാകുന്നു എന്ന് പറയുന്നു. മന്നാന്ധകാരമാണ് കയറിനെ മറിച്ച് അതിൽ പാമ്പിനെ തോന്നിപ്പിച്ചത്. ആ മന്നാന്ധകാരം നീങ്ങുക എന്ന് പറഞ്ഞ അർത്ഥം ഈ കയറിലുള്ള പാമ്പെന്ന അധ്യാസം ഒഴിയുക എന്നാണ്. പാമ്പെന്നുള്ള അധ്യാസം ഒഴിഞ്ഞുടനെ കയറ് മുമ്പേ പ്രകാശിച്ച് കിടന്നതാണ്. പക്ഷെ അപ്പോഴാണ് അത് പൂർണ്ണമായി നമുക്ക് ബോധ്യപ്പെട്ടത്. ഇതുപോലെയാണ് തൻ്റെ സ്വരൂപമേ ഉള്ളൂ. അതാണ് അതിൻ്റെ സദ്രൂപമാണ് ഞാനെന്ന് പ്രകാശിച്ചിരിക്കുന്നത്. ഈ ഞാനിലാണ് ഈ അധ്യാസം ഉണ്ടായിരിക്കുന്നത്. അധ്യാസം എന്ന് വെച്ചാൽ ഈ ലോകത്തിന്റെ ആരോപം ഉണ്ടായിരിക്കുന്നത്. വാസ്തവത്തിൽ ജ്ഞാനങ്ങൾ തോന്നിയതിന് ശേഷമേ ഈ പറയുന്ന ലോകവസ്തുക്കളൊക്കെ അതിൽ തോന്നുന്നുള്ളൂ. വാസ്തവത്തിൽ ഇതിൻ്റെ എല്ലാം ആധാരമായിരിക്കുന്നത് ഈ ജ്ഞാനം തന്നെ. ഇത് ജ്ഞാനമാണ്. ഇത് സാമാന്യ ജ്ഞാനം എന്നാണ് ഇതിൻ്റെ പേര്. ഈ സാമാന്യ ജ്ഞാനത്തിലാണ് ഈ ലോകം തോന്നിയിരിക്കുന്നത്. സകലതും തോന്നിയിരിക്കുന്നത് ഈ സാമാന്യ ജ്ഞാനത്തിലാണ്. ഈ സകലവും തോന്നിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഓർമ്മിച്ചോണം, ഇത് കേവല അധ്യാസമാണ്. അധ്യാസം എന്ന് വെച്ചാൽ ഇല്ലാത്തതാണ്. ഒരു ഇല്ലാത്ത കാര്യമാണ് അതിന് തോന്നിയതായിട്ട് നിൽക്കുന്നത്. ഉള്ളതിന് തോന്നലെന്ന് പറയാൻ പറ്റില്ല. ഉള്ളതിന് യഥാർത്ഥം, സത്യം പ്രകാശിച്ചു. സത്യമാണ് പ്രകാശിച്ചിരിക്കുന്നത്. എങ്ങനെ? ഇപ്പൊ അതിൽ തോന്നിയ അധ്യാസ രൂപത്തിലൂടെ ഈ സത്യം തന്നെയാണ് പ്രകാശിച്ചിരിക്കുന്നതെന്നാണ് വേദത്തിന്റെ കൺസെപ്റ്റ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതെല്ലാം ഈശാവാസ്യമാണ്, സർവത്ര ഈശ്വരമയമാണ്, എല്ലാം ബ്രഹ്മമയമാണ്. ഈ രൂപത്തിൽ നമ്മൾ എല്ലാത്തിലും ഭേദബുദ്ധി കൂടാതെ കാണുകയും ഇതിനോടൊക്കെ വച്ചിരിക്കുന്ന വലുപ്പം ചെറുപ്പം ഇതെല്ലാം മാറ്റി കാണുന്നതിലേക്ക് ഇതിനെ ഉപയോഗിച്ച് മനസ്സിതിൽ പട്ടുപോകും. മനസ്സെപ്പോഴും ഭേദത്തെ നിലനിർത്താൻ വേണ്ടിയാണ് മനസ്സിതിൽ ഉദയമാവുന്നത്. കൊള്ളൂല, അത് കൊള്ളാം, ഇത് കൊള്ളൂല, മറ്റേ വലുത്, ഇത് ചെറുത്. ഈ രൂപത്തിൽ ദ്വന്ദ്വം എന്ന് പറയും, ഇത് രണ്ട് എന്നുള്ള ഒരു ഭാവന ഇതിൽ കൊണ്ടുവന്ന് വ്യവഹരിച്ചുകൊണ്ടിരിക്കുന്ന വേറൊന്നുമല്ല, തൻ്റെ സ്വരൂപത്തെ ഒരിക്കലും അറിയരുതെന്നുള്ള കരുതി കൂട്ടിയുള്ള ഒരു പ്രവർത്തനമാണിത്. ഇതാണ് ഈ മായ ചെയ്തിരിക്കുന്നത്. ഇവന് ഒരു നിമിഷം ഇവന് വിട്ടാതിരിക്കാൻ പറ്റില്ല. അപ്പം ഇനി എപ്പോഴെങ്കിലും വിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ ആ സുഷുപ്തിയിൽ പോകണം. അവിടെയാണെങ്കിലോ ഈ പറയുന്ന അന്ധക്കരമെല്ലാം ലയിച്ചു പോയി. അവിടെ അറിയേണ്ട ആൾക്കാരെല്ലാം ഇല്ലാതായി പോയി. അവിടെയും പറ്റില്ല. അതുകൊണ്ടാണ് സുഷുപ്തി ഉള്ളില്ലെന്നും പകലാണ് ഏറ്റവും നല്ലതെന്നും ഒക്കെ പറയാൻ കാരണം. അപ്പം ഇത്രയും മനസ്സിലാക്കുക, ഈ അജ്ഞാനത്തിന് ഈ അവിദ്യ കൊണ്ട് തന്നെയാണ് ഇല്ലാതാക്കുന്നത്. അതിനാണ് നമ്മൾ മുമ്പ് ഒരു പദ്യം ഇവിടെ പറഞ്ഞു, തദ്വൃത്തി പ്രതിപാദേന പരിപ്രശ്നേന സേവയാ ഉപദേശാന്തിതേ അജ്ഞാനം എന്ന് പറഞ്ഞു. ഇതിനെയാണ് അജ്ഞാനത്തിനെയാണ് ഉപദേശിക്കുന്നത്. ആരേ ഗുരു? ജ്ഞാനിനെ തത്വദർശികളായിരിക്കുന്ന ജ്ഞാനികൾ ഈ അജ്ഞാനത്തെ ഉപദേശിച്ചു കൊടുക്കും. അതോടുകൂടി തന്നെ ഇയാൾക്ക് ആ ജ്ഞാനം ഇതിനാണ് അപരോക്ഷ ജ്ഞാനം അതിലുണ്ടാവുന്നതിനാണ് പറഞ്ഞത്. പരോക്ഷമായിട്ട് പറയുന്നത് ഈ പറയുന്ന അവിദ്യ തന്നെയാണ് ഉപദേശിക്കുന്നത്. നമുക്ക് തന്നെ നോക്കാം, വിവേകം ഉണ്ടാകാൻ വേണ്ടി പറയുന്നത് ലോകാര്യങ്ങളല്ലേ. ഇതെല്ലാം പ്രാപഞ്ചിക വിഷയങ്ങൾ, ശരീരമടക്കം മനസ്സടക്കം ബുദ്ധി അടക്കം എല്ലാം പഞ്ചഭൂതാത്മകമായ പ്രാപഞ്ചിക കാര്യങ്ങൾ തന്നെ. ഇതിൽ ആത്മാവ് മാത്രമാണ് ഇതിൽ നിന്ന് വ്യത്യാസം. ആത്മാവ് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് കേവല അറിവായിട്ട് ആദ്യം. അത് തന്നെയാണ് സച്ചിദാനന്ദമായിട്ട് പൂർണ്ണമായും പ്രകാശിക്കുന്നത്. ഇതിൽ സത്ത് എല്ലാവർക്കും പ്രകടമാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഞാനെന്ന് പറയുന്നതും ഇതിൽ ജ്ഞാനം ഉണ്ടാവുന്നതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ആ ജ്ഞാനം ഫലിക്കാത്തത് കൊണ്ട് ഇത് മുക്തിക്ക് പ്രയോജനം ചെയ്യുന്നില്ല. ഇപ്പൊ മുക്തി അടയണമെങ്കിൽ എന്ത് വേണം? ആ വിശേഷ ജ്ഞാനം കൂടെ ഇതിൽ പ്രകടമാവണം. അതാണ് ചിത്തും ആനന്ദവും. സത്യചിത്ത ആനന്ദമാണ് ആത്മാവിൻ്റെ രൂപം. അതിന് സാമാന്യ രൂപം എല്ലാവർക്കും പ്രകടമാണ്. അതുകൊണ്ടാണ് ജ്ഞാനി അജ്ഞാനി ഭേദമില്ലാതെ ഈ ഞാനെന്ന് പറയുന്നത് എല്ലാവർക്കും സാധിക്കുന്നത്. ഞാനെന്നും അതെന്നും ഇതൊന്നും ഒക്കെ പറയുന്നത് ഈ സാമാന്യ ജ്ഞാനത്തിനെയാണെന്ന് നേരത്തെയുള്ള ക്ലാസ്സിൽ സ്വാമി പറഞ്ഞു തന്നു. ഇനി അടുത്ത പദ്യം 58. இந்த மாயினால் ஜீவர்க்கு 7 அவத்தைகள் உண்டாகும். அந்த அவத்தை தம்மை அடைவினில் மொழிய கேளாய். முந்த அஜ்ஞான மூடல், முளைத்தல் காணாத ஞானம்,
സന്തതം കണ്ട ജ്ഞാനം തഴകടൽ കുളിർമയാതൽ. இந்த മായയിനാൽ, ശുദ്ധാശുദ്ധങ്ങളായ ഈ മായകളാൽ ജീവന്മാർക്ക് 7 അവസ്ഥകൾ ഉണ്ടാകും. സപ്ത അവസ്ഥകൾ ഉണ്ടാകുന്നു. அந்த 7 അവസ്ഥ തമ്മൈ, ആ സപ്ത അവസ്ഥകളെയും അടൈവിലിൽ മൊഴിയക്കേളായി ക്രമമായി പറയുന്നതിനെ കേൾക്കുക. മുന്ത അജ്ഞാനം, ഒന്നാമത്തേത് അജ്ഞാനം. മൂടൽ രണ്ടാമത്തേത്, എന്നുവെച്ചാൽ മൂടൽ വെച്ചാൽ ആവരണം. മുളയ്ത്തൽ മൂന്നാമത്തേത്, മുളയ്ത്തൽ എന്ന് വെച്ചാൽ വിക്ഷേപം. കാണാതെ ജ്ഞാനം നാലാമത്തേത്, അതായത് കാണാതെ ജ്ഞാനത്തിനാണ് പരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നത്. സന്തതം കണ്ട ജ്ഞാനം അഞ്ചാമത്തേത്. അപരോക്ഷ ജ്ഞാനം തഴൽക്കടൽ ആറാമത്തേത്. സർവദുഃഖ നിവർത്തി. കുളിർമയാതൽ ഏഴാമത്തേത്. ആനന്ദപ്രാപ്തി അഥവാ നിരങ്കുശ തൃപ്തി. ഇങ്ങനെയാണ് ഇതിന് മഹത്തുക്കൾ പിരിച്ചു പറഞ്ഞിരിക്കുന്നത്. ഈ മായ കൊണ്ടാണ് ഈ 7 അവസ്ഥയിലും ഉണ്ടാവുന്നത്. ഇതിൽ ഈ പറയുന്ന മുക്തി പര്യന്തം ഈ മായയുടെ കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ തൻ്റെ ബ്രഹ്മവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല, അത് ബന്ധപ്പെട്ടിട്ടില്ല. ഇപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ഉള്ള കാര്യം എന്ന് ചോദിച്ചാൽ, നമുക്ക് തൻ്റെ സ്വരൂപത്തെ ഉണരാത്തത് കൊണ്ട് നമ്മൾ മായാമോഹിതന്മാരായി യോഗവസ്തുക്കളിൽ ആഗ്രഹത്തോടു കൂടി സുഖം ഇതിലിരിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണയോടുകൂടി നമ്മൾ പ്രവർത്തിച്ച് ജീവിതം നയിച്ചു പോവുകയാണ്. പ്രാണൻ ഒടുങ്ങുന്നവരെ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പ്രാണൻ ഒടുങ്ങുന്ന മരണം വരും. അപ്പൊ ഇത് ശ്രുതിക്ക് ബോധ്യമുള്ളത് കൊണ്ട് മുൻകൂട്ടി ഈ വിവേകത്തെ ഉപദേശിച്ചു കൊടുക്കുന്നത്. എന്തിനാണ്? ഈ പ്രാണൻ പോകുന്നതിന് മുമ്പ് ഈ രഹസ്യം ഇവരറിഞ്ഞോട്ടെ. എല്ലാവരും അറിഞ്ഞവരെല്ലാവരും ഇതിലൊന്നും പ്രവൃത്തിയെടുക്കൂല. ഈ അറിഞ്ഞവരിൽ പുണ്യശാലികളായിട്ടുള്ള പൂർവ്വജന്മാന്തരമായ സുഹൃതശാലികളായിട്ടുള്ളവർക്ക് ഇതിൽ പിടിവീഴും. അവർ പിടിവീഴുക മാത്രമല്ല, അവരിതിൽ പ്രവർത്തിക്കും, അവർ സാധിച്ചെടുക്കും ഈ കാര്യം. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. എല്ലാവർക്കും വേണ്ടിയല്ല. ഇനി എല്ലാവർക്കും വേണ്ടി അല്ല എന്ന് പറഞ്ഞ് ഡിസ്ക്രിമിനേഷൻ ഒന്നും പറയാൻ പോല. എപ്പോൾ വേണമെങ്കിലും ആ പ്രത്യഭിജ്ഞയിൽ വന്ന് കയറും. അതിനാണ് ഈ ലോക വിഷയങ്ങളിലുള്ള ദുഃഖത്തെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈശ്വരൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാത്തിലും കലശലായി പ്രവർത്തിച്ച് ഒടുവിൽ ദുഃഖം എന്ന് പറയുന്നത് എന്താണ്? ഒരു ടേണിംഗ് പോയിന്റാണ്. പരീക്ഷിത് മഹാരാജാവിന്റെ ടേണിംഗ് പോയിന്റ് ഏതായിരുന്നു? ഉണ്ടായ ശാപത്തെ തുടർന്നുള്ള വിഷം, ദുഃഖം, ഇതെങ്ങനെ മാറ്റാമെന്നുള്ള ഒരു വിചാരത്തിലാണ് അദ്ദേഹം ഷഡേന്ന് അല്ലെങ്കിൽ യൗവനയുക്തനായിട്ട് നല്ല സുഖലോലുപനായി കഴിഞ്ഞ പരീക്ഷിത്ത് ഒരിക്കലും ആത്മവിഷയത്തിൽ പ്രവൃത്തി എടുക്കും. എടുക്കേണ്ട കാര്യം തോന്നുന്നു. സുഖമായിട്ട് ജീവിക്കാനുള്ള പറ്റൂല്ലേ? ധനത്തിന് ധനം, സ്വത്തിന് സ്വത്ത്, എന്തിന്റെ കുറവ്? എന്തെങ്കിലും കുറവുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പ്രവൃത്തി എപ്പോ വന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് ലോകത്തിലുള്ള എല്ലാവരുടെയും അവസ്ഥ. ഇതെല്ലാം സുഭിക്ഷമായി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരും തന്നെ ഇതിലേക്ക് പ്രവൃത്തി എടുക്കില്ല. അത് ഈശ്വരൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ദുഃഖം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദുഃഖത്തെ നമ്മൾ വിചാരിക്കരുത് നമുക്ക് ഈശ്വരൻ തരുന്ന മുന്നറിയിപ്പുകളായിട്ടാണ് ദുഃഖങ്ങൾ ഇരിക്കുന്നത്. എന്താണ്? സമയമില്ല. പ്രവർത്തിച്ച് നീ എങ്ങനെയെങ്കിലും, കാരണം ഇപ്പിറപ്പിൽ ഇല്ലാട്ടാൽ എപ്പിറപ്പിലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ജന്മം സാധിച്ചില്ലെങ്കിൽ ഇനി ഏത് ജന്മത്തിലാണ് നിങ്ങൾ മുക്തി അടയാനിരിക്കുന്നതെന്നാണ് വേദം ചോദിച്ചിരിക്കുന്നത്. എന്താണെന്നറിയാമോ? അടുത്ത ജന്മം ഘോരമായിരിക്കും. നമുക്ക് തന്നെ അറിയാം. മറ്റേ ജഡഭരതൻ അങ്ങേയറ്റത്തെ തപസ്യയും അങ്ങേയറ്റത്തെ നിലയിൽ പ്രവേശിച്ച് ധ്യാന ജപാദികൾ ചെയ്ത് കഴിയുന്ന ഒരു അവസരത്തിലാണ് ഒരു മാനുമായിട്ട് ഉള്ള സംബന്ധം ഉണ്ടായത്. മനസ്സിലായില്ലേ? സംബന്ധം ഉണ്ടായി, പൂർണ്ണമായി ജ്ഞാനിയായില്ല. അതുകൊണ്ട് ആ സംബന്ധം അദ്ദേഹത്തിനെ പ്രവർത്തിപ്പിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിനെ പിന്നെ തിരിച്ചു കൊണ്ടിരുന്നു. എന്നിട്ട് അതിനോട് ചെറിയ ഇഷ്ടം, കഷ്ടം തോന്നി, അതിനോട് സ്നേഹം തോന്നി. ഇതെല്ലാം വാസ്തവത്തിലെ മനസ്സ് വന്നു എന്നുള്ളതിന്റെ സൂചനകളാണ്. ഇത് വേണ്ടെന്ന് ചോദിച്ചാൽ വേണ്ടെന്നുമല്ല അർത്ഥം. ഇത് വരുന്ന കുറ്റമല്ല. പക്ഷെ പ്രധാനമായ കാര്യം അറിയണം, ഇതെല്ലാം ഈശ്വരന്റെ ജോലിയാണ്, തൻ്റെതല്ല. ഒരു പക്ഷേ താൻ ചെയ്യുന്നെങ്കിലും അത് ഈശ്വരാർപ്പണ ബുദ്ധി ചെയ്ത് അതിൽ കർമ്മം പറ്റാതെ നിലനിൽക്കാൻ പഠിക്കണം. അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അതാണ്. അവരും എല്ലാം ചെയ്യും, മഹത്തുക്കളെ. പക്ഷെ ഒന്നിലും അവർ സംഘമില്ല. കാരണം അവർക്ക് വലിയ നിശ്ചയമുണ്ട്, ഇതെല്ലാം ആ ഈശ്വരന്റെ செயലുകളാണ്. ഇനി തന്നെ കൂടെ വെച്ചുകൊണ്ട് അത് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ അവർ ഇതിനെ എടുക്കുകയുള്ളൂ. എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന ഇത് ശരിക്കും തന്നെ ഇത് ഒഴിവാണ്.
ഒഴിവാണിത്. കാരണം ഒഴുകുക എന്ന് വെച്ചാൽ എല്ലാം ഈശ്വരനിൽ വെച്ചിട്ട് ഒഴിഞ്ഞു കളയുന്ന ഒരു പ്രകൃതം. ഇത് നമ്മൾ പഠിച്ചെടുക്കും. അല്ല അതിൽ പോയി ദുഃഖിച്ച് ഇങ്ങനെ കഴിയാനുള്ള അല്ല നമ്മുടെ ഉദ്ദേശം. കാരണം അതെല്ലാം അനന്ത ജന്മങ്ങളിൽ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ഫലമാണല്ല. നമുക്ക് പുതിയതായി ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. പക്ഷെ ഇതെല്ലാം അനുഭവിക്കുമ്പോഴെന്താണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്? ആ കർമ്മം അങ്ങനെ അങ്ങോട്ട് ഈശ്വരൻ പെട്ടെന്ന് എടുത്ത് കളഞ്ഞിട്ട് നമ്മളെ മുക്തരാക്കാനായിട്ട് നമുക്ക് അവസരം ഉണ്ടാക്കി തരികയാണെന്ന് കരുതിക്കൊണ്ട് പ്രവർത്തിച്ചാൽ മതി, വേറെ കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇത്രയും ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതെല്ലാം ഈ ജീവന്റെ അവസ്ഥകളാണ്. ഇതിന്റെ ആദ്യത്തെ അവസ്ഥയാണ്, ജീവന്റെ 7 അവസ്ഥകളിൽ ആദ്യത്തെ അവസ്ഥയാണ് അജ്ഞാനം. സപ്താവസ്ഥകളും 7 അവസ്ഥകൾ, അവ അവസ്ഥയെ ആ അവസ്ഥകളെയും അടവിനിൽ മൊഴിയക്കേളായി ക്രമമായി പറയുന്നതിനെ നീ കേട്ടാലും. അജ്ഞാനം, ഒന്നാമത്തേത് അജ്ഞാനം, രണ്ടാമത്തേത് ആവരണം, മൂന്നാമത്തെ വിക്ഷേപം, പരോക്ഷജ്ഞാനം, അപരോക്ഷജ്ഞാനം, ദുഃഖനിവൃത്തി, പരമാനന്ദ പ്രാപ്തി. ഇങ്ങനെ 7 അവസ്ഥ ഈ ജീവന്റേതാണ്. പരമാനന്ദ പ്രാപ്തി സഹിതം ജീവന്റേതാണ്. കാരണം ഈ ജീവനാണ് ഈ മുക്തി അടയേണ്ടത്. ഈ ജീവനാണ്. ഈ ജീവനെ നോക്കിയാണ് ഗുരു വേദം ഉപദേശിക്കുന്നത്. ഉപദേശം ഈ ജീവനെ പാർത്ത് ഉപദേശം ഓതുവാരേ. ഇതാണ് ഈ പദ്യം കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കിയത്. 7 അവസ്ഥകളിൽ ജീവന്റേതാണ്. അതിലാദ്യത്തത് ഓരോന്നിനെ പറ്റി സ്വാമി ഇനി പറയാൻ പോവുകയാണ്. പിരമമാൻ തന്നെ മറൈந்த പേദമയ്യേ അജ്ഞാനം പരനിലെ കാണോമെன்று പകർതൽ ആവരണ മൂടൽ നരനൊരു കരുത്താൽ ജീവൻ ജ്ഞാനന മുളയ്ത്തൽ തോറ്റം കുരവർ വാക്യത്താൽ തന്നെ കുറികൊള്ളൽ പരോക്ഷജ്ഞാനം. സംശയരഹിതമായ ബ്രഹ്മാത്മാ നിശ്ചയത്തിനെയാണ് പരോക്ഷജ്ഞാനം എന്ന് പറയുന്നത്. സംശയരഹിതമായി എവിടെയെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ആ പരോക്ഷജ്ഞാനം ഇതിലായില്ല. അതുകൊണ്ടാണ് നിരന്തരം ശ്രവണം ചെയ്ത് ആ സംശയമുള്ള ഭാഗങ്ങളൊക്കെ വീണ്ടും 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 മനനം ചെയ്ത് അറിവുള്ളവരോട് ചോദിച്ച് അറിഞ്ഞുകൊള്ളണം. ഇതില് മിടുക്കൻ ചമയാനൊന്നും അല്ല. ഇതില് അറിഞ്ഞുകൂടെന്ന് പറഞ്ഞുള്ള കാര്യങ്ങളിൽ ചോദ്യങ്ങൾ ഉണ്ടാവണം. തനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്ത് വിശേഷം? അനുഭവം വന്നില്ലല്ലോ. ഈ അനുഭവ പര്യന്തം താൻ ഒരു പഠിതാവാണ്, സ്റ്റുഡൻ്റാണ്. ആ അനുഭവം ഇതില് വരാത്തതിന് കാരണം സംശയങ്ങളാണ്. അനവധി സംശയങ്ങളുണ്ട് നമുക്ക്. പക്ഷെ ആ സംശയങ്ങളൊക്കെ അവിടെയെല്ലാം നമ്മൾ ബോധപൂർവം അതെന്താ അത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, അങ്ങനെയായിരിക്കും. ഇതല്ല, വ്യക്തമായ സംശയ നിരാകരണം ചെയ്യുന്നതിനെയാണ് ശാസ്ത്രം പറയുന്നത് പരോക്ഷജ്ഞാനിയാണെന്നയാൾ. ഇവിടെ ഈ സ്വാമി പറയുന്നത് ബ്രഹ്മമാം തന്നെ മറൈந்த ഭേദമയ്യ അജ്ഞാനം. അതായത് ചിതാഭാസൻ ശ്രുതി വിചാരത്തിന് മുമ്പ് സംസാര ആസക്തിയിൽ മുഴുകി ബ്രഹ്മരൂപമായ പ്രത്യേകാത്മാവിനെ ഞാൻ ആരെന്ന് സ്മരിക്കാതിരുന്ന അറിയായ്മയാണ് അജ്ഞാനം. ഈ അജ്ഞാനത്തിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിരിക്കുകയാണ്. അതായത് ചിതാഭാസൻ ജീവന്റെ പേരാണ്. ഈ ജാഗ്രത ജീവന്റെ പേരാണ് ചിതാഭാസൻ. അതായത് അതിന്റെ അർത്ഥം ചിത്തിൽ ആഭാസമായ ചിതാഭാസം. വേറൊന്ന് പറഞ്ഞാൽ അന്ധകരണത്തിൽ പ്രതിഫലിച്ച ചൈതന്യം, അന്ധകരണ പ്രതിഫലന ചൈതന്യം. ഇതിനാണ് ജീവൻ. ഇതാണ് ചിതാഭാസൻ. പറയാണ് ഈ ചിതാഭാസൻ ശ്രുതി വിചാരത്തിന് മുമ്പ്, അതായത് ശ്രുതി സംബന്ധമായ ഒന്നും അറിഞ്ഞുകൂടാതെ അജ്ഞാനിയായിട്ട് എന്നിട്ട് മൂഢനായിട്ട് കഴിഞ്ഞ കാലത്ത് സംസാര ആസക്തിയിൽ മുഴുകി ഇങ്ങനെ കഴിഞ്ഞ സമയത്ത് ബ്രഹ്മരൂപമായ പ്രത്യേകാത്മാവിനെ ഞാൻ ആരെന്ന് സ്മരിക്കാതിരുന്ന അറിയായ്മയാണ് അജ്ഞാനം. വാസ്തവത്തിൽ താൻ ബ്രഹ്മരൂപമായിരിക്കുന്ന പ്രത്യേകാത്മാവായിട്ടാണ് ഇരിക്കുന്നത്. എപ്പോഴും അജ്ഞാനിയാണെന്ന് വെച്ച് അപ്പൊ മാറിയൊന്നും അല്ല ഇരുന്നത്. അപ്പോഴും ഈ പറഞ്ഞ ബ്രഹ്മരൂപമായ പ്രത്യേകാത്മാവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൽ നിശ്ചയം വരാത്തതാണ് അജ്ഞാനം. ഇതിലെ നിശ്ചയം എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ അവർ പറയുന്നു സംശയരഹിതമായി ഇതിനെ ധരിക്കുന്നത് വഴി വരും. സംശയരഹിതമായി ധരിക്കുന്നതിന് എന്ത് വേണം? ശുദ്ധി നല്ലതുപോലെ നല്ല അവഗാഹം ഉണ്ടാവണം. ശുദ്ധിയിൽ അവഗാഹം വരണം. അതുകൊണ്ടാണ് പറഞ്ഞത് ശ്രവണമാണ് മുഖ്യം എന്ന് പറയാൻ കാരണം ഇതാണ്. ശുദ്ധി എന്ത് പറയുന്നു? ശാസ്ത്രങ്ങൾ ഇതിനെപ്പറ്റി എന്ത് പറഞ്ഞിരിക്കുന്നു? ഇപ്പോൾ ചിലർ പറയും ഗീതയിലെ ഈ ശ്ലോകത്തിൽ കണ്ട് ഇങ്ങനെ പരമാത്മാ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞിരിക്കും. നമുക്കെടുക്കാം. അതുപോലെ
വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ ഈ ഭാഗത്ത് ഇതാ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതും എടുക്കാം. എന്തിനാണ് എടുക്കുന്നത്? ഇതെല്ലാം കൂടി സമന്വയിപ്പിച്ചൊരർത്ഥം ഇതിൽ നമ്മൾ തന്നെ മനനം ചെയ്ത് ഉണ്ടാക്കി വെച്ചാൽ ഉണ്ടല്ലോ, ആ സംശയത്തിന് പതുക്കെ തിരശീല വീഴും. അതല്ലെങ്കിൽ അങ്ങനെ തന്നെ മുഴച്ചു സംശയങ്ങളിരിക്കും. അവരും പറയും വേദം പറയില്ല, ആർക്കും കഴിഞ്ഞൂടെ അറിയില്ല. അനുഭവത്തിൽ വരാത്തതിന്റെ കാരണമാണ് പറയുന്നത്. ഇത് അതിൽ എവിടെയൊക്കെ സംശയങ്ങൾ പിന്നെ മുഴച്ചു നിൽക്കുക പറയാണ്. ചിതാഭാസൻ ശ്രുതി വിചാരത്തിനു മുമ്പ് താൻ എങ്ങനെ ഇരുന്നു എന്ന് ചോദിച്ചാൽ പ്രത്യേകാത്മാവായ തന്നെ വിചാരിച്ചറിയാതിരുന്ന ആ ഒരു മൂഢ അവസ്ഥയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ഇതിലൊരു കഥ, ഉപനിഷത്ത് കഥ ഇങ്ങനെ പറയുന്നുണ്ട്. അത് കേട്ടത് തന്നെ. ആട്ടിൻ പറ്റത്തില് പറന്നു വീണ സിംഹക്കുട്ടി, അത് കുട്ടിയിലെ അത് ആടുമായിട്ടുള്ള സംബന്ധത്തിൽ അങ്ങനെ കഴിഞ്ഞ് ആടിന്റെ സംസ്കാരം അത് എങ്ങനെയോ കഴുകി വെച്ചു. അപ്പോഴാണല്ലോ കാട്ടിലെ ഒരു സിംഹം ഈ നായാട്ടിന് വന്നപ്പോൾ യാദൃച്ഛികമായിട്ട് ഒരു സിംഹക്കുട്ടിയെ കാണാനിടയായി. അപ്പോൾ അതിന് ആകെ ഒരു സംശയം തോന്നി. അത് വളരെ ഉപായത്തിൽ ഒരു ദിവസം ഈ സിംഹക്കുട്ടിയെ വന്ന് പിടിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ ഇവരുടെ ഇടയിൽ വന്നു, നീ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനിവിടെ തന്നെയല്ലോ, ഞാൻ ആടാണ്, അതിനെ സംബന്ധിച്ച് അത് ആടാണ്. അപ്പോഴും ആടിനെ പോലെ പേടിക്കുന്നു, പുല്ലൊക്കെ കടിച്ച് തിന്നെയാണ് അത്. അപ്പോൾ ഈ സിംഹം ആ സിംഹക്കുട്ടിയെ വിളിച്ച് കൊണ്ടുപോയി ഏകാന്തത്തിൽ ഉപദേശിച്ചു. നീ ആടല്ല, നീ സിംഹമാണെന്ന് ഉപദേശിച്ചു. അപ്പോഴും അതിന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. എന്ത്? ആട്ടിൻപറ്റത്തിൽ വളർന്ന ഒരു സംസ്കാരം അതിൽ ബലമായിട്ടിരിക്കുകയാണ്. ഇതാണ് വാസന എന്നത്. ഈ വാസന എന്തു പറ്റി? താൻ സിംഹം എന്നുള്ള പരമാർത്ഥ ജ്ഞാനത്തെ ഉപദേശിച്ചിട്ടും അതിനത് ഉൾക്കൊള്ളാൻ പറ്റുന്നു. അങ്ങനെ നിരന്തര ഉപദേശം ഇങ്ങനെ തുടർന്നു എന്നാണ് പറയുന്നത്. ഒടുവിൽ അത് കൊണ്ടുപോയി തന്റെ രൂപത്തെ തടാകത്തിൽ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് പോലും ആ പ്രത്യഭിജ്ഞാതിലുണ്ടായി, ഓ ഞാൻ സിംഹമാണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ ആടിന്റെ സംസ്കാരമാണ് നശിച്ചു പോയത്, വേറൊന്നുമില്ല. നേരത്തെ സിംഹം തന്നെയായിരുന്നു, ഇപ്പോഴും അത് സിംഹം തന്നെ, എപ്പോഴും അത് സിംഹം തന്നെ. പക്ഷെ ഇവിടെ നശിച്ചത് ആടെന്നുള്ള സംസ്കാരത്തിനാണ് നാശം സംഭവിച്ചത്. ഇതിനെയാണ് ഞാനെന്ന് പറഞ്ഞത്. അല്ലാതെ ഇപ്പൊ നമ്മൾ സംബന്ധിച്ചു നമ്മൾ ഈ അന്ധകരണവുമായി ശബളിതനായി ഇങ്ങനെ കഴിയടി ജീവനെ. ഈ ജീവന് താൻ അന്ധകരണമെന്നാണ് ഭാവിച്ചു വെച്ചിരിക്കുന്നത്. ഈ മനസ്സ്, ബുദ്ധി, ചിത്ത, അഹങ്കാരം, പ്രാണൻ, ഇതെല്ലാം ഈ അന്ധകരണത്തിന്റെ കാര്യങ്ങളാണ്. അപ്പൊ ഇതിലിങ്ങനെ വയങ്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഗുരു ഉപദേശിക്കുന്ന എന്തിനാണ്? നീ അന്ധകരണ ശബളിതനായ ജീവനല്ല, നീ ഇതിന് വേറിട്ട സാക്ഷാത് ബ്രഹ്മസ്വരൂപമാണ്, ആത്മസ്വരൂപമാണ് എന്ന് ഉപദേശിക്കുകയാണ്. അങ്ങനെ ഉപദേശിച്ചാലും അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഈ അന്ധകരണമായിട്ട് പഴകിയ വാസനയിൽ കിടക്കുക. അതുകൊണ്ട് കുറച്ച് സമയമെടുത്താലും വിവേകത്തോടു കൂടി നിന്ന് ഇതിനെ ഉപലക്ഷിക്കുന്ന പക്ഷം ഈ ജ്ഞാനം ഇതിലുണ്ടാവും. താൻ ആത്മാവെന്നുള്ള കൂടസ്ഥനെന്നുള്ള ജ്ഞാനം ഉണ്ടാവും. അതുവരെയും ഈ ദേഹമാണ് ഞാൻ, ഈ മനസ്സാണ് ഞാൻ, ഈ ബുദ്ധിയാണ് ഞാൻ എന്നുള്ള രൂപത്തിൽ ഈ അന്ധകരണ ധർമ്മത്തിൽ അഭിമാനിച്ച് നിൽക്കാനേ ജീവൻ പറ്റുന്നുള്ളൂ. എത്ര തന്നെ പറഞ്ഞാലും ഇതിൽ നിന്ന് കരകയറാൻ എളുപ്പമല്ലെന്നാണ് കണ്ടിരിക്കുന്നത്. നേരത്തെ സിംഹത്തിന്റെ കഥ പറഞ്ഞ പോലെ തന്നെ ആ സിംഹത്തെ വിളിച്ച് ഉപദേശിച്ച സമയത്ത് അത് സിംഹം തന്നെയാണ്. പക്ഷെ അത് പറയുന്നു ഞാൻ സിംഹമല്ലെന്നും, ഞാൻ പിന്നെ ആടാണെന്നത് പറയുന്നു. കാരണം എനിക്ക് വേറൊന്നും അറിഞ്ഞുകൂടാ, ഞാനത് ജനിച്ചപ്പോഴേ ഞാൻ കണ്ടുകൊള്ളുന്ന ആടിനെയാണ്. അങ്ങനെ തന്നെയാണ്, ഞാൻ ആട് തന്നെയാണ് എന്നുള്ള രൂപത്തിൽ അത് തിരിച്ച് ഷടിച്ചു നിൽക്കുന്നു. അപ്പോഴാണ് ആ വന്ന സിംഹം ഉപദേശിക്കുന്നു, അല്ല അല്ല അല്ല, നീ ആടല്ല, നീ സിംഹമാണെന്ന് ഉപദേശിക്കുന്നു. അതിന്റെ പ്രതിജ്ഞ വന്ന സമയം ഏറെ കഴിഞ്ഞിട്ടാണ് പോലും. കാരണം അത്രയ്ക്ക് കാഠിന്യം, അത്ര കട്ടിയായിരുന്നു അദ്ദേഹം അത് പഴകി വെച്ചിരുന്ന ആ ഒരു സംസ്കാരം. അതുപോലെ നമ്മളും ഈ അനാദിയായിട്ട് ഈ അജ്ഞാന സംസ്കാരം പഴകി വെച്ചത് കൊണ്ടാണ് ഈ അജ്ഞാന സംസ്കാരത്തിനെ ഉരുക്കി കളയാനാണ് ഗുരുക്കന്മാർ ശ്രമിക്കുന്നത്. ബ്രഹ്മമാൻ തന്നെ പറഞ്ഞത് വേദമയ അജ്ഞാനം പരനിലെ കാണോമെன்று പകരതിൽ ആവരണ മൂടൽ. എന്താണ്
ബ്രഹ്മരൂപമായ പ്രത്യേകാത്മാവിനെ ഞാൻ ആരെന്ന് സ്മരിക്കാതിരുന്ന അറിയായ്മയാണ് അജ്ഞാനം. പരൻ ഇലൈ കാണോമെന്ത് പകർതൽ ബ്രഹ്മമില്ല അഥവാ ഉണ്ടെങ്കിൽ അത് ഭാനമാകുന്നില്ല എന്ന് വരുന്നത് ആവരണമൂടൽ. പറഞ്ഞു ആവരണത്തിന് 2 രൂപമുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് നാസ്തി, വേറൊന്ന് നഭാതി. അത് ഇല്ലെന്ന് പറയുന്നതാണ് നാസ്തി. അങ്ങനെ ബ്രഹ്മം എന്നുള്ളത് ഇല്ല എന്ന് പറയും. ഇനി അഥവാ ഉണ്ടെങ്കിലും അത് ഭാനമാകുന്നില്ല, എനിക്ക് അനുഭവത്തിലില്ല, എൻ്റെ അനുഭവത്തിലില്ല. അതിൻ്റെ അർത്ഥം എനിക്കിപ്പോൾ അനുഭവത്തിൽ വരണമെന്നുള്ള താല്പര്യവും ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നത്. ഇതാണ് ആവരണം. പരനില കാണോമെன்று പകർതൽ ആവരണം മൂടൽ. ഞാൻ നരനെന്ന ഞാൻ മനുഷ്യനെന്ന ഒരു കരുത്താൽ ഇപ്പോൾ കർമ്മങ്ങളെ ചെയ്വതാൽ എനിക്ക് കർമ്മഫലങ്ങളെ അനുഭവിക്കണമെന്നും ഒരു വിചാരത്തിനാൽ ഞാൻ ജീവനെന ഞാൻ കർത്തൃത്വ ഭോക്തൃത്വമുള്ള ജീവനെന്ന മുളയ്ത്തൽ ഉദിക്കുന്നതിനെയാണ് തോറ്റം എന്ന് പറയുന്നത്. തോറ്റത്തിന് മലയാളത്തിൽ വിക്ഷേപം. വിക്ഷേപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നരനെന ഞാൻ മനുഷ്യനെന്ന് ഒരു കരുത്താൽ ഇപ്പോൾ കർമ്മങ്ങളെ ചെയ്വതാൽ എനിക്ക് കർമ്മഫലങ്ങളെ അനുഭവിക്കണം എന്നും ഒരു വിചാരത്തിനാൽ ഞാൻ ജീവനെന ഞാൻ കർത്തൃത്വ ഭോക്തൃത്വമുള്ള ജീവനെന്ന് മുളയ്ത്തൽ എന്ന് ഉദിക്കുന്നത് തന്നെ തോറ്റം അഥവാ വിക്ഷേപം. കുരവർ വാക്യത്താൽ ഗുരുവാൽ ഉപദേശിക്കപ്പെട്ട സത്യജ്ഞാനാനന്ദം ബ്രഹ്മമെന്നുള്ള അവാന്തര വാക്യത്താൽ തന്നെ കുറിക്കൊള്ളൽ പ്രത്യേകാത്മാ അഭിന്ന പരമാത്മാവായ താൻ ഉണ്ടെന്ന് അറിഞ്ഞുകൊള്ളുന്നത് പരോക്ഷജ്ഞാനമാണ്. ഇതിനെയാണ് അസത്താവരണ നിവർത്തകമായ പരോക്ഷജ്ഞാനം. കാരണം നാസ്തി എന്നുള്ള ആവരണത്തിന് നിവൃത്തി ഇവിടെ വരെയാണ്. ഞാൻ ബ്രഹ്മത്തിനെ അറിയുന്നില്ല എന്ന വ്യവഹാരത്തിന് ഹേതു അജ്ഞാനമാകുന്നു. ബ്രഹ്മമില്ല ഭാനമാകുന്നില്ല എന്ന വ്യവഹാരത്തിന് ഹേതു ആവരണമാകുന്നു. ആവരണത്താൽ ഇപ്രകാരമുള്ള വ്യവഹാരം ഉണ്ടാകും. എന്തെന്നാൽ അജ്ഞാനത്തിന് അസത്താവരണം അഭാനാവരണം എന്ന് 2 ശക്തികളുണ്ട്. അവയെ രണ്ടിനെയും ആവരണമെന്ന് പറയുന്നു. വസ്തു ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന ശക്തി അസത്താവരണം, വസ്തു ഭാനമാകുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്ന ശക്തി അഭാനാവരണമാകുന്നു. ഇവയെ ക്രമമായി അസത്താഭാതക ശക്തി അഭാനാഭാതക ശക്തി എന്നും പറയപ്പെടുന്നു. ജനനം മുതലായ സംസാരം നിജരൂപമായ കൂടസ്ഥനിൽ പ്രതീതിയാകുന്നത് വിക്ഷേപം. ഇതിനെ ഭ്രാന്തി എന്നും ശോകമെന്നും പറയപ്പെടുന്നു. ഭ്രാന്തിയെ തന്നെയാണ് ശോകമെന്ന് പറയും, ദുഃഖം. ഇതിന് ഭ്രാന്തി എന്നും ശോകമെന്നും പറയപ്പെടുന്നു. ബ്രഹ്മം ഇല്ല എന്ന ആവരണ ശക്തിയെ ബ്രഹ്മം ഉണ്ടെന്ന പരോക്ഷജ്ഞാനം നശിപ്പിക്കുന്നു. എന്തെന്നാൽ സത്യജ്ഞാനാനന്ദം ബ്രഹ്മം ഉണ്ടെന്ന ജ്ഞാനത്തിന് പരോക്ഷജ്ഞാനം എന്ന് പേർ. അത് ബ്രഹ്മം ഇല്ല എന്ന ആവരണത്തിന് വിരോധിയാകുന്നു, മറ്റവയ്ക്കല്ല, അതുകൊണ്ടാണ്. ഇതിൻ്റെ ഒരു ഭാഗം പറഞ്ഞു. ഈ ജീവൻ 7 അവസ്ഥകളിൽ പരോക്ഷജ്ഞാനം വരെ ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുക. ഇത് പറഞ്ഞു, ചിതാഭാസം ശ്രുതി വിചാരത്തിന് മുമ്പ് സംസാരാസക്തിയിൽ മുഴുകി ബ്രഹ്മരൂപമായ പ്രത്യേകാത്മാവിനെ ഞാൻ ആരെന്ന സ്മരിക്കാതിരുന്ന അറിയായ്മയാണ് അജ്ഞാനം. പരനില കാണോമെന്ന പകർതൽ, അതായത് ബ്രഹ്മമില്ല അഥവാ ഉണ്ടെങ്കിൽ അത് ഭാനമാകുന്നില്ല എന്ന് പറയുന്നതാണ് ആവരണം. ഞാൻ ഒരു കരുത്താൽ, അതായത് ഇപ്പോൾ കർമ്മങ്ങളെ ചെയ്വതാൽ എനിക്ക് കർമ്മഫലങ്ങളെ അനുഭവിക്കണം എന്നും ഒരു വിചാരത്തിനാൽ ഞാൻ ജീവനെന ഞാൻ കർത്തൃത്വ ഭോക്തൃത്വമുള്ള ജീവനെന്ന് മുളയ്ത്തൽ ഉദിക്കുന്നത് തന്നെയാണ് വിക്ഷേപം. കുരവവാക്യത്താൽ ഗുരുവാൽ ഉപദേശിക്കപ്പെട്ട സത്യജ്ഞാനാനന്ദം ബ്രഹ്മമെന്നുള്ള അവാന്തര വാക്യത്താൽ തന്നെ കുറികൊള്ളൽ പ്രത്യേക അഭിന്ന പരമാത്മാവായ താൻ ഉണ്ടെന്നറിഞ്ഞ് കൊള്ളുന്നത് തന്നെയാണ് പരോക്ഷജ്ഞാനം. ഇതാണ് അസത്താവരണ നിവർത്തകമായ പരോക്ഷജ്ഞാനം എന്നാണ് ഇതിന്റെ പേര്. ഞാൻ ബ്രഹ്മത്തിനെ അറിയുന്നില്ല എന്ന വ്യവഹാരത്തിന് ഹേതു അജ്ഞാനമാകുന്നു. ബ്രഹ്മമില്ല ഭാനമാകുന്നില്ല എന്ന വ്യവഹാരത്തിന് ഹേതു ആവരണമാകുന്നു. ഞാൻ ബ്രഹ്മത്തിനെ അറിയുന്നില്ല എന്നുള്ള വ്യവഹാരത്തിന് ഹേതുവായിരിക്കുന്ന അജ്ഞാനമാണ്.
ബ്രഹ്മമില്ല, ഭാനമാകുന്നില്ല എന്നുള്ള ഒരു വ്യവഹാരത്തിന് ഹേതു ആവരണമാണ്. മാർക്കാണ്. ചെറിയൊരു കാര്യത്തിലാണ് അജ്ഞാനവും ആവരണമായിട്ടുള്ള വ്യത്യാസം നിൽക്കുന്നത്. ആവരണത്താൽ ഇപ്രകാരമുള്ള വ്യവഹാരം ഉണ്ടാകും. എന്തെന്നാൽ അജ്ഞാനത്തിന് അസത്താവരണം, അഭാനാവരണം എന്ന രണ്ട് ശക്തികളുണ്ട്. അവയെ രണ്ടിനെയും ആവരണം എന്ന് പറയുന്നു. വസ്തു ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന ശക്തി അസത്താവരണം, വസ്തു ഭാനമാകുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്ന ശക്തി അഭാനാവരണമാകുന്നു. ഇവ ക്രമമായി അസത്വാഭാതക ശക്തി, അഭാനാഭാതക ശക്തി എന്നും പറയപ്പെടുന്നു. ജനനം മുതലായ സംസാരം നിജരൂപമായ കൂടത്തിനിൽ പ്രതീതിയാകുന്നത് വിക്ഷേപം. ഇതിന് ഭ്രാന്തി എന്നും ശോകമെന്നും പറയപ്പെടുന്നു. ബ്രഹ്മമില്ല എന്ന ആവരണ ശക്തിയെ ബ്രഹ്മമുണ്ട് എന്ന പരോക്ഷജ്ഞാനം നശിപ്പിക്കുന്നു. എന്നാൽ സത്യജ്ഞാനാനന്ദ ബ്രഹ്മമുണ്ടെന്ന് ജ്ഞാനത്തിന് പരോക്ഷജ്ഞാനമെന്ന് പേർ. അത് ബ്രഹ്മമില്ല എന്ന ആവരണത്തിന് വിരോധിയാകുന്നു. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ടെക്നിക്കലായിട്ട് അത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പറഞ്ഞില്ലേ, ബ്രഹ്മമില്ല, ഭാനമാകുന്നില്ല എന്നുള്ള ആവരണത്തിനെ നശിപ്പിക്കുന്നത് ബ്രഹ്മമുണ്ട് അനുഭവത്തിൽ വരുത്തിക്കൊണ്ടാണ്. അതിനുള്ള അഭ്യാസ ക്രമങ്ങളാണ് നമ്മൾ വിവേകത്തോടുകൂടി ഇതിൽ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നത്. ഈ പറഞ്ഞതിലെല്ലാം ആ വിവേകമാണ് നിൽക്കുന്നത്. അതൊന്ന് മനസ്സിലായിക്കോളുക. പരോക്ഷജ്ഞാനം എന്ന് പറഞ്ഞാൽ സംശയരഹിതമായിട്ട് ബ്രഹ്മാത്മാ നിശ്ചയത്തെയാണ് പറഞ്ഞത്. ഇനി അടുത്ത പദ്യത്തിൽ അപരോക്ഷജ്ഞാനത്തെ പറ്റിയൊക്കെ പറയാം. തത്വ വിചാരം ചെയ്ത് സകല സന്ദേഹവും പോയ അത്വിധം താനാകൽ അപരോക്ഷജ്ഞാനമാകും. കരുത്തരാൻ ജീവഭേദം കഴിവതേ തുക്കം പോതൽ മുക്തനായി എല്ലാം ചെയ്തു മുടിത്തത് ആനന്ദമാമേ. തത്വവിചാരം ചെയ്ത് സകല സന്ദേഹവും പോയി അത്വിധം താനാകൽ അപരോക്ഷജ്ഞാനമാകും. കർത്തനാം ജീവഭേദം കഴിവതേ തുക്കം പോതൽ മുക്തനായി എല്ലാം ചെയ്തു മുടിത്തത് ആനന്ദം. തത്വവിചാരം ചെയ്ത് നീയേ ബ്രഹ്മമെന്ന മഹാവാക്യത്താൽ ബ്രഹ്മവിചാരം ചെയ്ത് സകല സന്ദേഹവും പോയി, പ്രമാണഗതം പ്രമേയഗതമായ സകല സന്ദേഹവും നീങ്ങി, അദ്വൈതം താനാകൽ, അദ്വൈത ബ്രഹ്മമാണ് താനെന്നതാകൽ അപരോക്ഷജ്ഞാനമാകും. അഭാനാവരണ നിവൃത്തമായ അപരോക്ഷജ്ഞാനമാകുന്നു. കരുത്തനാം ജീവഭേദം കഴിവതേ, ഞാൻ കർത്ത ഭോക്ത എന്ന ജീവത്വം നീങ്ങുന്നത് തുക്കം പോകൽ ദുഃഖ നിവൃത്തിയാകുന്നു. മുത്തനായി എല്ലാം ചെയ്തു മുടിത്തത്, ദുഃഖങ്ങളിൽ നിന്നും വേർപെട്ടവനായി ചെയ്യേണ്ടതായ എല്ലാം ചെയ്ത് അടയത്തക്കതായ എല്ലാം അടഞ്ഞുവെന്ന സന്തോഷമേ ആനന്ദമെന്നും നിരങ്കുശ തൃപ്തിയുമാകുന്നു. അതായത് ആനന്ദപ്രാപ്തി ആകുന്നു. ഇതിനാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ബ്രഹ്മമായിരിക്കുന്നു എന്ന അപരോക്ഷജ്ഞാനം ഏതാണോ അത് സകല അവിദ്യാജാലങ്ങൾക്കും വിരോധിയായിരിക്കുന്നതിനാൽ ഞാൻ ബ്രഹ്മത്തെ അറിയുന്നില്ല എന്ന അജ്ഞാനവും ബ്രഹ്മമില്ല ഭാനമാകുന്നില്ല എന്നുള്ള ആവരണവും പുണ്യഭാവങ്ങളെ ചെയ്യുന്ന കർത്താവും സുഖദുഃഖങ്ങളെ പൂജിക്കുന്ന ഭോക്താവുമായ ജീവനാകുന്നു എന്ന ഭ്രാന്തിയുമായ അവിദ്യാജാലങ്ങളെ അപരോക്ഷജ്ഞാനം നാശമാക്കും. എനിക്ക് ജനനമില്ല, മരണവുമില്ല, സുഖദുഃഖങ്ങൾ അല്പവുമില്ല, വേറെ ഒരു സംസാര ധർമ്മവുമില്ല, ഞാൻ ജനനരഹിതനായ കൂടസ്ഥനാണ്, ഈ അനുഭവം ശോകനിവൃത്തിയാകുന്നു. ഇതിനെ ഭ്രാന്തി നാശമെന്നും പറയും. ഞാൻ അദ്വൈത ബ്രഹ്മമായിരിക്കുന്നതിനെന്ന് സംശയരഹിതമായി തന്റെ സ്വരൂപജ്ഞാനം എപ്പോഴുണ്ടാകുമോ അപ്പോൾ തന്നിലുള്ള സന്തോഷത്തെയാണ് നിരങ്കുശ തൃപ്തിയായി പറഞ്ഞിരിക്കുന്നത്. ഈ രൂപത്തിൽ 7 അവസ്ഥകളെയുമാണ് ഈ 2 പദ്യങ്ങളായിട്ട് ചൂണ്ടിക്കാണിച്ചത്. അതായത് ജീവന്റെ 7 അവസ്ഥകൾ: അജ്ഞാനം, ആവരണം, വിക്ഷേപം, പരോക്ഷജ്ഞാനം, അപരോക്ഷജ്ഞാനം, ദുഃഖനിവൃത്തി, പരമാനന്ദ പ്രാപ്തി. 7 അവസ്ഥ. ഇത് 7 അവസ്ഥയും ജീവന്റെതാണ്. ഈ 7 അവസ്ഥയാണ്, ആ 7ാമത്തെ അവസ്ഥയാണ് പരമാനന്ദ പ്രാപ്തി രൂപമായിരിക്കുന്ന ആ മുക്തി. നിരങ്കുശ തൃപ്തി, പരമാനന്ദ പ്രാപ്തി. ഇതാണ് ആ 7ാമത്തെ അവസ്ഥ. ഈ 7 അവസ്ഥയിൽ ജീവൻ പോയി നിൽക്കും. ഇപ്പൊ ഏത് അവസ്ഥയിൽ നിൽക്കുന്നു? അജ്ഞാനത്തിൽ നിൽക്കുക. അറിയുന്നില്ല, എനിക്ക് എന്നെ അറിയുന്നില്ല, ഞാൻ ബ്രഹ്മത്തെ അറിയുന്നില്ല, ആത്മാവിനെ അറിയുന്നില്ല എന്ന രൂപത്തിൽ എല്ലാവരും അജ്ഞാനികളായിരിക്കുന്നു.
ഇത് കഴിഞ്ഞാൽ ആവരണം. അജ്ഞാനം ആവരണം. തന്നെ അറിയാതിരിക്കുന്ന നില അജ്ഞാനം. താൻ ഇല്ല, തോന്നുന്നില്ല, ഭാനമാകുന്നില്ല എന്ന് ഇരിക്കുന്ന നില ആവരണം. താൻ ഇല്ല, തോന്നുന്നില്ല, അനുഭവമാകുന്നില്ല, ഭാനമാകുന്നില്ല എന്നത് ആവരണം. മൂന്നാമത് വിക്ഷേപം. വിക്ഷേപം എന്ന് വെച്ചാൽ ഞാൻ കർത്ത ഭോക്ത എന്നുള്ള രൂപത്തിൽ ഞാൻ ജീവനാണെന്ന് ഇരിക്കുന്ന ഒരു നിലയാണ് വിക്ഷേപം. പരോക്ഷജ്ഞാനം. പരോക്ഷജ്ഞാനം എന്ന് വെച്ചാൽ ഈ ഗുരു ഈ തത്വത്തെ വിളക്കി സംശയരഹിതമാക്കി നിർത്തുന്നത് പരോക്ഷജ്ഞാനം. അപരോക്ഷജ്ഞാനം എന്ന് വെച്ചാൽ ഈ രൂപത്തിൽ ഈ അസത്വാവരണവും അഭാനാവരണവും പൂർണ്ണമായി നശിച്ചു നിൽക്കുന്ന നില. അതിനാണ് ജീവൻ മുക്തി നില എന്നാണ് എൻ്റെ പേര്. ജീവൻ മുക്തി അവസ്ഥ. ഇങ്ങനെയാണ് 7 അവസ്ഥകളിൽ പറയുന്നത്. പിന്നെ ദുഃഖനിവൃത്തി പരമാനന്ദ പ്രാപ്തിയും കൂടി ചേർത്ത് പ്രത്യേകം പറഞ്ഞെങ്കിലും ഇതെല്ലാം ഇതിൻ്റെ കൂടെ കണക്റ്റഡ് ആണ്. ആ ജീവൻ മുക്തന്റെ പ്രകൃതമാണ് ഈ പറഞ്ഞ കണക്ക് സർവ്വദുഃഖ നിവൃത്തി പരമാനന്ദ പ്രാപ്തികരവുമായ ഒരു അന്തരംഗം. അദ്ദേഹത്തിന്റെ ഉള്ള അങ്ങനെയാണ്. അത് അവർ അപരോക്ഷ ജ്ഞാനി എന്ന് വെച്ചാൽ ജീവൻ മുക്തൻ. ആ ജീവൻ മുക്തന്റെ പ്രകൃതം. ജീവൻ മുക്തന്റെ പ്രകൃതം പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന് അവർ പറയുന്നു, ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് അവസാനിപ്പിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യം. ഞാൻ ജീവിതത്തിൽ ചെയ്യേണ്ട കൃത്യങ്ങളെല്ലാം പരിപൂർണമായും ചെയ്തു തീർത്തിരിക്കുന്നു. ഇനി എനിക്ക് ചെയ്യത്തക്കതായി ഒന്നുമില്ല എന്നുള്ള ഒരു നിലയാണ് സർവ്വദുഃഖ നിവൃത്തി എന്ന് പറയുന്നത്. പരമാനന്ദ പ്രാപ്തി എന്ന് പറഞ്ഞാൽ ഇത് സംബന്ധിച്ച് ഉണ്ടാകുന്ന തിളയ്ക്കുന്ന ആനന്ദം. അതാണ് ഈശ്വര പ്രകൃതമാണത്. ഒരു ജീവൻ മുക്തനെ ശ്രദ്ധിച്ചാൽ മനസ്സിലായി. ജീവൻ മുക്തൻ എന്ന് പറയുന്ന വാസ്തവത്തിൽ ഈശ്വരൻ തന്നെയാണ്. ശ്രുതികൾ ശാസ്ത്രങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് അവർക്ക് പാദ നമസ്കാരം ചെയ്യേണ്ടത്. മനുഷ്യ ദൈവം, പിന്നെ ആൾ ദൈവം എന്നൊക്കെ പറഞ്ഞാൽ എന്തെല്ലാം പറഞ്ഞാലും അവർ സ്തുതിക്കപ്പെടേണ്ടവർ തന്നെയാണ്. അവർ ഈ പറയുന്ന നമസ്കാരത്തിന് യോഗ്യരായിട്ടുള്ളവരാണ്. നമ്മൾ നമസ്കരിക്കുന്ന അവരുടെ ശരീരത്തിനല്ല, അവരടഞ്ഞിരിക്കുന്ന ആ നില. അതുകൊണ്ട് ജീവൻ മുക്ത പുരുഷന്മാരെ എല്ലാം വേദം തന്നെ പറഞ്ഞിരിക്കുന്നു, ഒരു വാസ്തവത്തിൽ ഈശ്വരനാണ് അവർ. ഈശ്വരൻ നിലയാണ്, ഈശ്വരൻ തന്നെയാണ്. നമ്മൾ ചിന്മയസ്വാമി പറയും അവരുടെ പ്രത്യേകതകളെ പറ്റി. അതേ പറഞ്ഞ് ഇങ്ങനെയാണ്, ഇവരിലെ ഈശ്വരത്വമുണ്ട്. ഇവർക്ക് സൃഷ്ടി, സ്ഥിതി, സംഹാരമെല്ലാം ഒരു സ്മാൾ സ്കെയിലിൽ ചെയ്യാൻ സാധിക്കും. ഈശ്വരൻ ലാർജ് സ്കെയിലിൽ ചെയ്യുന്ന ആളാണ്. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടി ചെയ്യുന്നു ഈശ്വരനെങ്കിൽ അവർക്കും ചില സൃഷ്ടികൾ ചെയ്യാൻ സാധിക്കും. ഏതോ ഒരു പുഴ തന്റെ അമ്മയ്ക്ക് കുളിക്കാനായിട്ട് ശങ്കര ഭഗവത്പാദര് കൊണ്ടുവന്നുണ്ട്. അതൊരു സൃഷ്ടിയാണ്. എന്താണ്? ഈശ്വരന്റെ സ്വഭാവം തന്നെയാണ്. ആ ഈശ്വരന്റെ സ്വഭാവം കാണിച്ചതുണ്ട്. മഹത്തുക്കൾ എത്ര നമ്മുടെ ഗുരുദേവൻ തന്നെ എത്ര കാര്യങ്ങൾ കാണിച്ചിരിക്കുന്നു. കാരണം അവർ ഈശ്വരൻ തന്നെയാണ്. അല്ല അവരിൽ നിന്ന് പുതിയതായിട്ട് ഈശ്വരൻ കൊണ്ടുവരണതല്ല, അവർ ഈശ്വര സ്വഭാവം തന്നെയാണ്. എത്ര കാര്യങ്ങളുണ്ടെന്നറിയാം. പലരും കാണിച്ചിട്ടുണ്ട്. അതിൽ സിദ്ധി നമ്മൾ പറയും. സിദ്ധി എന്ന് പറയുന്നത് നമ്മൾ കരുതിക്കൂട്ടി കാണിക്കുന്നതല്ല, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അവരുടെ ഒരു സ്മരണ പോലും വേണ്ട. അമ്മ കുളിക്കണ്ടെന്ന് പറഞ്ഞു. ഇത്രയും ദൂരം നടക്കാൻ അല്ലേ പ്രയാസമാണ്. അമ്മ ഒരു കാര്യം ചെയ്യും. അമ്മയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു ചെറിയ വിചാരം, ആ നദിയിലെ തിരിച്ചിതിലെ ഒഴുകാൻ തുടങ്ങി അവരുടെ വീടിന്റെ നടയിൽ കൂടെ. സംഗതി ഈശ്വരത്വമാണ്. ഈശ്വരത്വം എന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒന്നുമില്ലെന്നാണ് പറയുന്നത്. പക്ഷെ അവരൊന്നും ചെയ്യില്ല. കാരണം ഈ പ്രപഞ്ചത്തിലൊരു ഘടനയുണ്ട്. ഇതിനെ മാറ്റിമറിക്കുന്നത് നല്ലതല്ല. കാരണം അത് ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യേണ്ട കാര്യം ഇല്ല. എങ്കിലും ചില അപൂർവമായ കാര്യങ്ങൾ അവർ ചെയ്യും. ഒരിക്കൽ സിദ്ധിയിൽ പ്ലേഗ് രോഗം പടർന്നു. ഭയങ്കര ശക്തമായിട്ട് പ്ലേഗ് രോഗം, അയലിപ്പനി പോലത്തെ രോഗം. എല്ലാം ചത്തൊടുങ്ങി പോകും. ആരും ചെന്ന് സ്വാമിയുടെ പറഞ്ഞു, സ്വാമി ഒരു നിർവാഹവും ഇല്ല സ്വാമി, എന്ത് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. സ്വാമി പറഞ്ഞു, കുറച്ച് ഗോതമ്പ് കൊണ്ടുപോകണോ എന്ന് പറഞ്ഞു. ചുമ്മാ ഇതൊക്കെ അവർ പറയുന്നില്ലേ, ഈ കാര്യങ്ങളിലൊന്നുമല്ല. അവരുടെ സങ്കല്പത്തിൽ തന്നെ അത് ആയി കഴിയും.
എങ്കിലും അവർ പറയും അത് കൊണ്ടുപോകാൻ പറയും, അതായിട്ട് അരയ്ക്കാൻ പറയും. ഒരാളുടെ പറഞ്ഞ് അവിടെ ഇരുന്ന് കംപ്ലീറ്റ് പൊടിച്ച് അരച്ച് എല്ലാം ക്രമം. ഞാൻ കഥയൊന്നും ഇത്ര ഓർമ്മയില്ല എനിക്ക്. ആ അരച്ച് പൊടിച്ച് എന്നിട്ട് സ്വാമി പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഇതെല്ലാം കൂടെ കൊണ്ട് ചെയ്തോ, ഇന്ന സ്ഥലത്ത് കൊണ്ട് ഇട്ടിട്ട് വരുന്നു ഇത്രയും ചെയ്തോളൂ, പ്ലേഗ് രോഗം തീർന്നു. അപ്പൊ പിന്നെ ആ ഭാഗത്ത് പ്ലേഗ് രോഗം ഉണ്ടായിട്ടില്ല. എന്താണിത്? വാസ്തവത്തിൽ അവർ ഇത്രയും ചെയ്തത് നമ്മളെ പറ്റിക്കാൻ. നമ്മൾ വിചാരിക്കുക ഗോതമ്പ് അങ്ങനെ മനസ്സിലാക്കി ചില ആളുകൾ വൈദ്യന്മാർ വിചാരിക്കുക എന്നാൽ ഗോതമ്പ് അരച്ച് അവിടെ എവിടെയെങ്കിലും കൊണ്ട് ഇട്ട് നോക്ക് നടക്കും. അവരുടെ ഈശ്വര സ്വരൂപത്തിൽ ഇരിക്കുകയാണ് അവർ. ചിന്താ സംഹിത എന്നൊരു കാര്യം പറയാം. ഇവിടെ ഈ കെട്ടിടം നടശാലയിൽ കെട്ടി ഈ വാർക്കെന്ന് പറഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഇങ്ങനെ വാർത്ത് വരണമല്ലോ ഈ തൂണൊക്കെ. ഒരിക്കൽ സ്വാമി പറഞ്ഞു എല്ലാം ബാലൻ സാറ് എഞ്ചിനീയറുമാണ്. നമ്മുടെ ബാലൻ സാറിന് അറിഞ്ഞു എഞ്ചിനീയറുമാണ്. ബാല എല്ലാം ഒന്ന് അളന്നു നോക്കും ബാല എന്ന് പറഞ്ഞു. അങ്ങനെ ബാലൻ സാറ് എല്ലാത്തിനും കയറി അളവെടുക്കുകയാണ്. ഒന്നിനെ അളന്നു, എത്ര അടി എത്ര ഇഞ്ചൊക്കെ അപ്പൊ കണക്ക് കൂട്ടി. സ്വാമി ഒരു തൂണ് ഏതാണ്ട് എത്രയോ കുറവുള്ളൂ. പിന്നെ അത് രണ്ടാമത് തിരിച്ച് ചെയ്യാൻ പറ്റില്ല. ഉണങ്ങിക്കഴിഞ്ഞാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അയ്യോ അങ്ങനെയോ എന്നായി. ബാല ഒന്നുകൂടെ അളന്നു നോക്കൂ ബാല എന്നായി. രണ്ടാമത് അളന്ന് നോക്കി, അപ്പോഴും പറഞ്ഞു സ്വാമി ഇത് അത്ര തന്നെ കറക്റ്റാണത്, എത്രയോ ഇതിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞു. കാരണം അത്യാവശ്യം ഒന്ന് കണ്ടാൽ അവര് ആളാവാനൊന്നുമല്ല, ആരെയും കാണിച്ച് പൈസ ഉണ്ടാക്കാനോ താൻ മിടുക്കനെന്ന് പിന്നെ വരുത്തി തീർക്കാനോ ഒക്കെയാണ് ഈ ലോകം ഇഷ്ടപ്പെടുന്നത്. ഇതിന് ഒരു പൊടി പോലും ഇഷ്ടമില്ലാത്തവരാണ് നല്ല ജ്ഞാനികൾ. അവരെ ആരും അറിയരുതെന്നുള്ള രൂപത്തിലാണ് അവർ നീങ്ങുന്നത്. അവരെന്തെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് അവർ പലരും പറഞ്ഞു കൊടുക്കും, അനുഗ്രഹിക്കുകയും ചെയ്യും, വേണം കലയെ തൊട്ട് അനുഗ്രഹിക്കുകയും ചെയ്യും. ഇത്രയുള്ള അവർ ചെയ്യും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഈ ജീവൻ മുക്ത പുരുഷൻ വാസ്തവത്തിൽ ഈശ്വരൻ തന്നെയാണ്. ഇനി ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഈ ജ്ഞാനികൾ തന്നെയാണ് ഈശ്വരൻ എന്നുള്ള സങ്കല്പത്തിൽ വന്നത്. പിന്നെ നമ്മൾ ഇപ്പോ കോവിലില് ഒരു പ്രതിഷ്ഠ ചെയ്ത് നോക്കണം. ഒരു ജീവൻ മുക്തന്റെ സമാധിയിലല്ലേ ഒരു ശിവലിംഗം ഉയർന്നിരിക്കുന്നു. അതിലെ ശിവലിംഗം പ്രതീക മാത്രമാണ്. അതിന്റെ അടിയിൽ സമാധി ചെയ്യുന്ന ആ മഹാത്മാവിൻ്റെതാണ് ആ ഒരു ദിവ്യത്വം. ഏത് ക്ഷേത്രം വേണം എടുത്തു. ഇത് വാസ്തവത്തിൽ അവിടെയും നമ്മളെ കണ്ണിൽ പൊടിയിട്ടാണ് അവർ നിൽക്കുന്നത്. എങ്ങനെ? ശിവലിംഗത്തിലാണ് പ്രധാനം കൊടുത്തത്. അപ്പൊ നമ്മൾ ആ ശിവലിംഗത്തിൽ പൂജിക്കും. അടിയിലിരിക്കണേ ആ ജീവൻ മുക്തന്റെ സമാധി മന്ദിരമാണ്. അപ്പൊ ഈ രൂപത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈശ്വരൻ എന്ന് പറഞ്ഞ സാക്ഷാത് ഈ ജ്ഞാനികൾ തന്നെ, അല്ലാതെ ഒരു ഈശ്വരൻ ആരെങ്കിലും കണ്ടിട്ടുണ്ട്? രൂപകൽപ്പനയും ഭാവകൽപ്പനയൊക്കെ ചെയ്ത് നമ്മൾ പലതും വരച്ചൊക്കെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ജ്ഞാനികളെയാണ് ഈശ്വരനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ പൂജിച്ച് തന്നെയാണ് എല്ലാവരും മേൽഗതി അടയുന്നത്. ഇനി കോവിലിൽ പോകുന്നവരാണെങ്കിലും ഇപ്പൊ പഴനിയിൽ പോകുന്നു. പഴനിയിൽ ഭോഗരുടെ സമാധിയാണ്, ഭോഗർ മഹർഷിയുടെ സമാധി. ഈ മഹാദേവ ക്ഷേത്രം കളക്ടറോട് മുനിയുടെ സമാധി സ്ഥാനമാണ്. സമാധി സ്ഥാനങ്ങളിൽ ശിവലിംഗം പ്രതിഷ്ഠ ചെയ്ത് നിൽക്കും. നമ്മുടെ ഗുരുദേവന്റെ പ്രതിഷ്ഠ, നമ്മുടെ പരമേശ്വരാനന്ദ സ്വാമിയുടെ പ്രതിഷ്ഠയാണ്, അവിടെയാണ് സമാധിയായിട്ട് ഉള്ളത്. ഇങ്ങനെ ഈ രൂപത്തിലൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വാസ്തവത്തിൽ ഈശ്വരൻ എന്ന് പറയുന്നത് ഈ ജ്ഞാനികളെയാണ്, വേറെ ആരെയാണ്. ഒരു കൺക്ലൂഷനിൽ പറയാൻ നമുക്ക് ആയിട്ടില്ല, അതിനുള്ള വിഷനും കാര്യങ്ങളും വേറെയാണ്. പക്ഷെ എങ്കിലും ഏതാണ്ട് നമുക്ക് അല്ലെ അങ്ങനെ തോന്നില്ലേ സുരേഷ്? ഇത് സംശയമായിട്ട് തോന്നുന്നുണ്ട്. വേറെ ഒന്നും കാണുന്നില്ല, മനസ്സിലായിക്കോ. അപ്പൊ ജീവൻമുക്ത പുരുഷന്മാരെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഈശ്വരൻ തന്നെ. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ജ്ഞാനികൾക്ക് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നുള്ള മൂന്നും സ്മാൾ സ്കെയിലിൽ അവർ ചെയ്യുമെന്ന് നമ്മുടെ ചിന്മാൻ സ്വാമി പല പ്രാവശ്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്നാണെങ്കിൽ ഒരാളുടെ അസുഖം മാറ്റിപ്പോയി. കണ്ടുകൂടാത്തവർ കണ്ണ് കാഴ്ച കൊടുക്കും. ഒരിക്കൽ നാരായണ ഗുരുദേവനെ കാണാനായിട്ട് ഒരു കുഷ്ഠരോഗിയാണ്. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് മാത്രം അതിലൊരു വെറുപ്പോ ഒരു അവഗണനയോ തോന്നിയില്ല. ബാക്കി എല്ലാവർക്കും അവരെല്ലാം കുറേശ്ശെ മാറിക്കണം, ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി.
ഇയാൾ ദൂരെ നിൽക്കുകയാണ്, ആർക്കും ഉപദ്രവം ചെയ്യാതെ ദൂരെ നിൽക്കുകയാണ്. ഈ സമയത്താണ് ഒരു വാച്ച് കൊടുക്കാൻ ഒരു ഏതോ വാച്ചോ എന്തോ ഒരു സമ്മാനം കൊടുക്കാൻ ഒരാളോട് ഒരു വലിയ പണക്കാരൻ ടോമിക്ക് സമ്മാനം കൊടുത്തു, എന്നിട്ട് മാറി. അപ്പോൾ അയാൾ നോക്കിയപ്പോൾ ഈ കുഷ്ഠരോഗിയെ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുക. ഇയാൾക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഗുരുദേവൻ എന്ത് ചെയ്തു, ഈ കൊടുത്ത സമ്മാനം അവിടെ വെച്ചിട്ട് തന്നെ അകത്തോട്ട് എന്തോ കാര്യത്തിന് പോയി. തിരിച്ചു വന്നപ്പോൾ ഈ കൊടുത്ത സാധനം കണ്ടില്ല. കൊടുത്ത സാധനം കണ്ടില്ല എന്ന് പരാതി പറഞ്ഞത് ഗുരുദേവനല്ല, ഈ കൊടുത്ത ആൾ തന്നെ പറഞ്ഞു, സ്വാമി ഞാൻ തന്ന ആ സാധനം ഇപ്പൊ അവിടെ ഇല്ല, ഇയാൾ എടുത്ത് കാണുമെന്ന് പറഞ്ഞു. അപ്പൊ സ്വാമി ചോദിച്ചു, അതോ അത് ആരുടെ സാധനമാണ്? അത് ഞാൻ തന്നതാണ് സ്വാമി. അല്ല, താൻ തന്നോ ശരി ഇരിക്കട്ടെ, ഇപ്പൊ ആരുടേതാണ്? അത് സ്വാമിയുടേതാണ്. ഇപ്പൊ തന്റെ സാധനമല്ലല്ലോ. ഇപ്പൊ തനിക്കതിൽ വിഷമം ഉണ്ടാവേണ്ട കാര്യമില്ല, എനിക്കല്ലേ വിഷമം ഉണ്ടാവുക. എനിക്കതിൽ ഒരു വിഷമമില്ല, വിട്ടൊക്കെയോളം. അയാൾ വിട്ടില്ല, അയാൾ പിന്നെയും കിടന്ന് വളരെയധികം വഴക്കടിച്ചു. ചുരുക്കം പറഞ്ഞാൽ ആ കുഷ്ഠരോഗം കൊണ്ട് ഇയാൾ പോയി, മറ്റേയാൾ രക്ഷപ്പെടുന്നു. അത് മനസ്സിലായോ? ഗുരുക്കന്മാർക്ക് എന്ത് വേണം ചെയ്യാൻ പറ്റും. അവര് രോഗിയെ ശരിയാക്കുന്നതോടൊപ്പം കുഴപ്പവും ചെയ്യും മറ്റുള്ളവർ. സൂക്ഷിച്ചു വേണം അവരോടൊക്കെ പെരുമാറാൻ. ഇതാണ് നമ്മൾ പഠിപ്പിച്ചത്. എടോ തൻ്റെതല്ലല്ലോ, അത് എൻ്റെതല്ലേ, അത് ഞാൻ നോക്കിക്കൊള്ളാമെന്നായി. സ്വാമി വിട്ടുകൊടുത്തില്ലേ ആള്? അത് പറ്റില്ല സ്വാമി, അത് ഞാൻ അങ്ങേക്ക് തന്നതാണ്, അത് യോഗ എടുത്തു, ഇവനല്ല വേറെ ആരും ഇവിടെ വന്നില്ല എന്നെല്ലാം പറഞ്ഞ് ലാസ്റ്റിൽ എന്നാ പിന്നെ താൻ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. ഇത്രയാണ് അവർ പറഞ്ഞു. എന്നിട്ട് അവരകത്ത് കയറിപ്പോയി. ഇതേ കുഷ്ഠരോഗം കൊണ്ട് പോയില്ല. അപ്പൊ ഇങ്ങനെയാണ്. അപ്പം ഇവിടെ പറഞ്ഞു വന്നത്, ഞാൻ ബ്രഹ്മമായിരിക്കുന്നു എന്ന അപരോക്ഷ ജ്ഞാനം ഏതാണോ അത് സകല അവിദ്യാജാലങ്ങൾക്കും വിരോധിയായിരിക്കുന്നതിനാൽ ഞാൻ ബ്രഹ്മത്തെ അറിയുന്നില്ല എന്ന അജ്ഞാനവും, ബ്രഹ്മം ഇല്ല ഭാനമാകുന്നില്ല എന്ന ആവരണവും, പുണ്യഭാവങ്ങളെ ചെയ്യുന്ന കർത്താവും സുഖദുഃഖങ്ങളെ ഭുജിക്കുന്ന ഭോക്താവുമായ ജീവനാകുന്നു എന്ന ഭ്രാന്തിയും ആയ എല്ലാ അവിദ്യാജാലങ്ങളെയും ഈ അപരോക്ഷ ജ്ഞാനം ഇല്ലാതാക്കും, നാശമാക്കും. ഇതാണ് ഈ അപരോക്ഷ ജ്ഞാനം ചെയ്യുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ അജ്ഞാനവും ആവരണവും വിക്ഷേപവും മൂന്നിനെ നാശമാക്കി കളയും. അജ്ഞാനം എന്ന് പറയുന്നത് എന്താണെന്ന് ഇവിടെ പറഞ്ഞു. എന്താണ്? ഞാൻ ബ്രഹ്മമായിരിക്കുന്നു എന്ന അപരോക്ഷ ജ്ഞാനം ഏതാണോ അത് സകല അവിദ്യാജാലങ്ങൾക്ക് വിരോധിയായിരിക്കുന്നതിനാൽ ഞാൻ ബ്രഹ്മത്തെ അറിയുന്നില്ല എന്ന അജ്ഞാനവും, ബ്രഹ്മമില്ല ഭാനമാകുന്നില്ല എന്ന ആവരണവും, പുണ്യഭാഗങ്ങളെ ചെയ്യുന്ന കർത്താവും സുഖദുഃഖങ്ങളെ ഭുജിക്കുന്ന ഭോക്താവുമായ ജീവനാകുന്നു എന്ന ഭ്രാന്തിയുമായ എല്ലാ വിദ്യാജാലങ്ങളെയും പരോക്ഷജ്ഞാനം നാശമാക്കും. എനിക്ക് ഉടനെ തന്നെ അതിൻ്റെ ഫലമാണ്, എനിക്ക് ജനനവുമില്ല, എനിക്ക് മരണവുമില്ല, സുഖദുഃഖങ്ങൾ അല്പവുമില്ല, വേറെ ഒരു സംസാര ധർമ്മവും എനിക്കില്ല, ഞാൻ ജനനരഹിതനായ കൂടസ്ഥനാണ്. ഈ അനുഭവമാണ് ശോകനിവൃത്തിയാകുന്നത്. ഇതിനെയാണ് ദുഃഖനിവൃത്തി എന്ന് പറയുന്നത്. ഞാൻ കൂടസ്ഥ ബ്രഹ്മമാണെന്നുള്ള പ്രത്യഭിജ്ഞാനം എന്നാണ് ഇതിൻ്റെ പേര്. കാരണം ഇത് വെളിയിലൊന്നും അല്ല, ഇതെല്ലാം തൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയകളാണ്. ഈ പ്രക്രിയകൾ ഇപ്പം നമുക്ക് വിദൂരത്തിൽ വരാൻ കാരണം നമ്മുടെ മനസ്സ് ശുദ്ധമല്ല. മാത്രമല്ല ശാസ്ത്രജ്ഞാനവും കുറവാണ്. ഇതിനടയണമെന്നുള്ള താല്പര്യവുമില്ല. ഇങ്ങനെ വരുമ്പോഴാണ് ഇത് വിദൂരമാവും. അതല്ലെങ്കിൽ ഇത് സമീപത്ത് വരും. ആ സമീപത്ത് വരുന്നതാണ് ഈ അപരോക്ഷ ജ്ഞാനം അനുഭവം. കൂടസ്ഥനാണ് ഞാനെന്നുള്ള ആ പ്രതിവിജ്ഞാന ജ്ഞാനം ഇതിൽ വലിക്കും. എന്തിനെയൊക്കെ നശിപ്പിക്കും? ഞാൻ എന്നെ അറിയുന്നില്ല എന്നുള്ള അജ്ഞാനവും, ഇല്ല ഭാനമാകുന്നില്ല ആവരണവും, അതുപോലെ ഈ ജീവന്റെ ഈ സംസാര ദുഃഖ നിവൃത്തി, ഇതെല്ലാം ഉണ്ടാക്കുക. കർത്താ ഭോക്ത എന്നുള്ള രൂപത്തിലുള്ള ആ ഒരു അഹങ്കാരം അതും ഇല്ലാതാക്കും. ഇങ്ങനെ മൂന്നിനെ ഇല്ലാതാക്കി നിൽക്കുന്ന ഒരു നിലയാണ് അപരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നത്. ഈ അപരോക്ഷ ജ്ഞാനം അടയുന്നത് വരെയും എല്ലാവരും അഭ്യാസികളാണ്. മനസ്സിലായില്ലേ? നിരന്തരമായിട്ട് ഈ അഭ്യാസം ചെയ്തിരിക്കണം. ഏതുവരെ? ഈ അപരോക്ഷ ജ്ഞാനം ഉണ്ടാകുന്നത് വരെ
അതിന് മുമ്പിട്ട് പിന്നെ ശരീരം പോയാലും അവർ പറയുന്നു കുഴപ്പമില്ല, എങ്കിലും പിന്നെയും ഒരു ആവൃത്തി വരും, പിന്നെ ഇതുപോലെ തന്നെ ആവർത്തിച്ച് വരേണ്ടി വരും. അതുകൊണ്ടാണ് മഹത്തുക്കൾ പറയുന്നത് ഈ 7 ഭൂമിയിലുള്ള അഭ്യാസമാണ് ഈ ജ്ഞാനാഭ്യാസം. അതിൽ ശുഭേച്ഛ, വിചാരണ, തനുമാനസ്, ഇത് 3 അഭ്യാസ ഭൂമിയാണ്. 4ാമത്തെ ഭൂമിയാണ് അനുഭവ ഭൂമി. ഇതാണ് ജീവൻ മുക്തന്മാരുടെ സ്ഥാനം. ഈ ജീവൻ മുക്ത പുരുഷനെയാണ് ഇവിടെ പറഞ്ഞത്. ഈ കൂടസ്ഥ ആത്മാവ് അറിഞ്ഞ, അപരോക്ഷമായി അറിഞ്ഞ നില, ഇതാണ് നമ്മൾ സാധിക്കേണ്ടത്. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇവർ പറയുന്നു ഈ ജന്മത്തിൽ തന്നെ ഇത്ര ആയ സ്ഥിതിക്ക് നമുക്ക് അല്പം കൂടെ ഒന്ന് ആയഞ്ഞാൽ ഇത് സാധിച്ചെടുക്കാം. അതിനി എന്ത് ത്യാഗവും സഹിക്കുന്നവരെയാണ് സന്യാസിമാരെന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഒരു നേരത്തെ ആഹാരം കഴിച്ചില്ല കുഴപ്പമില്ല, നല്ലപോലെ കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ല കുഴപ്പമില്ല, എല്ലാത്തിനെയും തൃണവൽഗണിച്ചുകൊണ്ട് ഇതേ ശരണമായി കഴിയുന്ന മഹത്തുക്കൾ, അവര് മഹത്തുക്കളെന്നാണ് പറയുന്നത്. അവര് പിന്നെ സാധാരണ ആളെന്നല്ല പറയുന്നത്, ഇവിടെയാണ് മഹാത്മാക്കൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മഹത്തുക്കൾക്ക് ഇതടയാൻ സാധിക്കും. ഒരു സംശയമില്ലെന്നാണ് വേദം പറഞ്ഞു വെച്ചിരിക്കുന്നത്. പരമസത്യമായ പിന്നെ പ്രവചനങ്ങളാണ് വേദം ചെയ്തിരിക്കുന്നത്. ഇത് മനസ്സിലായിക്കൊള്ളണം. ഇതിൽ എന്തെങ്കിലും സംശയമുള്ള ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നാലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, അറിയാവുന്നത് പറയാം, അല്ലെങ്കിൽ വായിച്ച് അത് മനസ്സിലാക്കി. വെറുതെ കേൾക്കുകയല്ല ചെയ്യും. ഒരുപാട് തർക്കത്തോടു കൂടിയ ശ്രവണമാണ് ഇത് പറയണത്. തർക്കം പക്ഷേ സുതർക്കമായിരിക്കണം. തർക്കം വേണ്ടെന്നുള്ള അർത്ഥം ഇതിലില്ല. പക്ഷെ അറിയണമെന്ന് ഞാൻ വലിയ ആളാണെന്നുള്ള ഭാവത്തിൻ്റെ തർക്കമല്ല ഇവിടെ ആവശ്യം. അത് ചോദിക്കേണ്ടത് അതിൻ്റെതായ രീതി. ഈ വേദ ചോദ്യങ്ങൾക്ക് ഒരുപാട് ഉപചാരങ്ങളുണ്ട്. സ്വാമി ഇവിടെ തന്നെ ശിഷ്യൻ ചോദിക്കുന്നു, സ്വാമി അടിയുന്നൊരു സംശയമുണ്ട്, അത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞ് തന്നെ എന്നുള്ള രൂപത്തിലാണ്. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൊന്നും ഒരു വിഷമവും വേണം. അങ്ങനെ നമ്മൾ 3 പദ്യങ്ങൾ വായിച്ചു.